ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരും മുമ്പേ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അലീന അനാഥാലയത്തിനൊക്കെ പണം കൊടുത്ത് സഹായിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ബാലചന്ദ്രൻ അലീനയുടെ കയ്യിൽ പണം നിൽക്കില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ അനുവാദത്തോടുകൂടി അലീനയും കൂട്ടി പുറത്തേക്ക് പോകുകയും അലീനയ്ക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കുകയുമാണ്. തുടർന്ന് ബാലചന്ദ്രന്റെ ഒപ്പം കാറിൽ അലീന പുറത്തു പോയെന്നിറങ്ങി വീട്ടിലേക്ക് വന്ന വൈജയന്തി അലീനയെ ചോദ്യം ചെയ്യുകയാണ്. തനിക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണ് പുറത്തു പോയതെന്ന് അലീന പറയുമ്പോൾ വൈജയന്തി ചോദിക്കുന്നു, നീ ആവശ്യപ്പെട്ടോ നിനക്ക് ബാങ്ക് അക്കൗണ്ട് വേണമെന്ന്? അപ്പോൾ അലീന പറയുകയാണ്, ഇല്ല, എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് വേണമെന്ന് ഇങ്ങോട്ടാണ് ആവശ്യപ്പെട്ടത്. വൈജയന്തി ചോദിക്കുന്നു, ശമ്പളം ഇല്ലാത്ത നിനക്ക് എവിടുന്ന അക്കൗണ്ട് തുടങ്ങാൻ പൈസ? അലീന ചോദിക്കുന്നു, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ 100 രൂപ പോരെ? വൈജയന്തി ചോദിക്കുകയാണ്, നീ ബാലചന്ദ്രന്റെ ഒപ്പം കാറിലാണോ പോയത്? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അലീന പറയുന്നു, എന്ത് ചോദ്യമാണ് മേഡം ഇത്? ബാലചന്ദ്രൻ സാർ കാറിലും ഞാൻ കാറിന്റെ പുറകെ നടന്നും പോകണമായിരുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി വൈജയന്തി പറയുന്നു, ആദ്യം പഞ്ചപുച്ച അടങ്ങി നിന്നവളാ, ഇപ്പം വാക്കിന് വാക്ക് നോക്കിന് നോക്ക്, തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുത്തിയതിന്റെ ലക്ഷണം. അലീന പറയുന്നു, വായിൽ തോന്നിയതുപോലെ സംസാരിക്കുന്നവരോട് ഒന്നുകിൽ മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ തക്കതായ മറുപടി പറയണം. മിണ്ടാതിരുന്ന കുറെ നാട് നോക്കി, അതുകൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അലീനയുടെ വാക്കുകൾ കേട്ട് ദേഷ്യത്തോടുകൂടി വൈജയന്തി പറയുന്നു, നിനക്ക് വൈജയന്തിയുടെ സ്വഭാവം ശരിക്കും അറിയത്തില്ല. എന്നെ എതിർത്തോണ്ട് ഈ വീട്ടിൽ വാഴാമെന്നാണോ ഇതിന്റെ വിചാരം? അലീന പറയുന്നു, എനിക്ക് ആരെ എതിർക്കുകയും വേണ്ട, ഈ വീട്ടിൽ വാഴുകയും വേണ്ട, ഞാൻ പോകാൻ റെഡിയാണല്ലോ. ഇത് കേട്ട് എന്നാ ഇറങ്ങി പോടിയെന്ന് വൈജയന്തി പറയുമ്പോൾ അലീന പറയുന്നു, മാഡം പറഞ്ഞാൽ ഞാൻ ഇറങ്ങി പോകത്തില്ല, അതിന് അവകാശവും അധികാരവും ഉള്ളവര് പറയണം. ബാലചന്ദ്രൻ സാറും മനുവേട്ടനും കൂടിയാ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്, അവര് പറയട്ടെ. അങ്ങനെ വൈജയന്തിയുടെ വാക്കുകളെ ധിക്കരിച്ച് സംസാരിക്കുകയാണ് അലീന. തുടർന്ന് മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്ന വൈജയന്തി അലീനയും ബാലചന്ദ്രനെയും കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ വൈജയന്തിയെ എതിർത്ത് സംസാരിക്കുകയാണ് മുത്തശ്ശി. വീട്ടിലെ മുതലാളിയും വേലക്കാരിയും കൂടി കാറിൽ പോകുന്നത് കണ്ടാൽ നാട്ടുകാരെന്തു പറയുമെന്ന് പറഞ്ഞ് വൈജയന്തി ബഹളം വെക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നു, നീ ഇത്ര വലിയ സദാചാരം പറയുന്നുണ്ടല്ലോടി, നീ ആരായിരുന്നു? ഇത് കേട്ട് ഞെട്ടി വിഷമത്തോടുകൂടി മുത്തശ്ശിയെ നോക്കുകയാണ് വൈജയന്തി. തുടർന്ന് ബാലചന്ദ്രൻ വീട്ടിലേക്ക് വരുമ്പോൾ അലീനയെ വിളിച്ച് ബാലചന്ദ്രന്റെ മുന്നിലേക്ക് നിർത്തി ചോദ്യം ചെയ്യുകയാണ് വൈജയന്തി. അലീനയുടെ അക്കൗണ്ടിൽ 1,57,000 രൂപയുണ്ടെന്ന് മനസ്സിലാക്കിയ എങ്ങനെയാണ് അലീനയുടെ അക്കൗണ്ടിൽ ആ പണം വന്നതെന്ന് ചോദിക്കുകയാണ്. തന്റെ അക്കൗണ്ടിൽ 1,57,000 രൂപയുണ്ടെന്ന് അറിഞ്ഞ് ഞെട്ടി നിൽക്കുകയാണ് അലീന. സംശയത്തോടുകൂടി അലീന ബാലചന്ദ്രനെ നോക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നു, അതൊരു കോമ്പൻസേഷൻ ആണെന്ന്. വൈജയന്തി ചോദിക്കുകയാണ്, 1,57,000 എന്തിന്റെ കോമ്പൻസേഷൻ? അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, അതിനകത്ത് വേറൊരു കട ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇത് കേട്ട് സംശയത്തോടുകൂടി നിൽക്കുകയാണ് വൈജയന്തിയും അലീനയും. ബാലചന്ദ്രൻ വൈജയന്തിയുടെ മകളാണ് അലീനയെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത് ചെയ്തതെന്ന് വൈജയന്തിയും അലീനയും തിരിച്ചറിയുന്നില്ല. തുടർന്ന് അലീന അടുക്കളയിലേക്ക് പോകുമ്പോൾ ദേഷ്യത്തോടുകൂടി അവിടേക്ക് വന്ന വൈജയന്തി അലീന കത്രിക വെച്ച് സ്വയം കുത്തിയതിനെ കുറിച്ച് പറയുകയും നിനക്ക് വട്ടായിരുന്നു എന്ന് ചോദിക്കുകയുമാണ്. അലീന പറയുന്നു, എനിക്കല്ലായിരുന്നു വട്ട്, മാഡത്തിന്റെ മകനായിരുന്നു. ഇത് കേട്ട് ചെട്ടി സംശയത്തോടുകൂടി വൈജയന്തി അലീനയെ നോക്കുകയാണ്. തുടർന്ന് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്നെ എന്തിനാ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് അലീന ചോദിക്കുമ്പോൾ വെറുപ്പോടുകൂടി വൈജയന്തി പറയുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. അപ്പോൾ അലീന പറയുകയാണ്, ചെയ്യാത്ത തെറ്റിന് മറ്റുള്ളവരെ ശിക്ഷിക്കുമ്പോൾ ഒരാത്മപരിശോധന നടത്തുന്നത് നല്ലതാ. കഴിഞ്ഞ കാലത്ത് അവനവൻ എത്രമാത്രം പെർഫെക്റ്റ് ആയിരുന്നു എന്ന്. അങ്ങനെ വിഷമത്തോടുകൂടി അലീന അടുക്കളയിലേക്ക് പോകുമ്പോൾ അലീനയുടെ വാക്കുകൾ കേട്ട് തകർന്നു നിൽക്കുകയാണ് വൈജയന്തി. തന്റെ ചരിത്രം അലീനയ്ക്ക് അറിയാമോ എന്ന് വൈജയന്തി സംശയിക്കുകയാണ്. തുടർന്ന് മുത്തശ്ശിയുടെ അരികിലേക്ക് വന്ന അലീനയോട് അന്ന് എന്താ സംഭവിച്ചെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ മുത്തശ്ശിയുടെ മുന്നിൽ കള്ളം പറയാനാകാതെ സത്യം തുറന്നു പറയുകയാണ് അലീന. ഹരിശങ്കറും രോഹിത്തും കൂടി തന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതും പിന്നീട് നടന്ന കാര്യങ്ങളുമെല്ലാം അലീന പറയുന്നു. അവർക്ക് മുമ്പിൽ കീഴടങ്ങില്ലെന്ന് ഉറപ്പിച്ച് ഞാൻ കത്രികയെടുത്ത് തന്നെത്താനെ കുത്തി. ഇത് കേട്ട് ഞെട്ടി വാപുത്തി അലീനയെ നോക്കുകയാണ് മുത്തശ്ശി. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.